ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കും. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ. നാലമ്പല ദർശനത്തിന്റെ ആദ്യ നാളിൽ കൂടൽമാണിക്യം, പായമ്മൽ, മൂഴിക്കുളം ക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്ക്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാമധേയത്തിലുള്ള തൃശൂരിലെ സ്മാരകം സാഹിത്യ അക്കാദമി ഏറ്റെടുക്കണമെന്ന് നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത്. മുണ്ടശ്ശേരിയെ ബഹുമാനിക്കുന്നവരുടെ കൈകളിലല്ല ഇപ്പോൾ മന്ദിരം നിലകൊള്ളുന്നതെന്നും വടക്കേടത്ത്. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ചു പണം തട്ടുന്ന സംഘം വിലസുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10-ലധികം ലോട്ടറി വിൽപ്പനക്കാർ തട്ടിപ്പിന് ഇരയായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നിലവിലുള്ള സ്ഥലത്ത് നിന്നും മാറ്റി ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് തെക്കോട്ട് മാറ്റി ശീതീകരണ സംവിധാനം അടക്കമുള്ള ആധുനിക സൗകര്യത്തോടെ തെക്കേ നടയിലുള്ള കുളത്തിന്റെ ഭാഗത്തേക്കാണ് ഓഡിറ്റോറിയം മാറ്റിപ്പണിയുക. തീരദേശ റെയിൽവേയുടെ സർവേയുടെ ഭാഗമായി റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാനും യോഗം തീരുമാനിച്ചു. ഇടപ്പള്ളിയിൽ നിന്ന് കളമശ്ശേരി, പറവൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃപ്രയാർ, മുല്ലശ്ശേരി വഴി ഗുരുവായൂരിലെത്തുന്ന വിധത്തിലാണ് തീരദേശ പാത ഉദ്ദേശിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഗുരുവായൂരിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം, പ്രധാന ഉത്സവങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ദേവസ്വം കൈമാറുക. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ വേഗം തുടങ്ങണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ താനൂർ പാതയുടെ പ്രവൃത്തികൾ വേഗത്തിലാക്കി ഗുരുവായൂർ മൂകാംബിക സർവീസ് ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗുരുവായൂർ റെയിൽവേ വികസനത്തിനായി റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയെ ഗുരുവായൂരിലേക്ക് ക്ഷണിക്കും. ആവശ്യമെങ്കിൽ ഭരണസമിതിയുടെ പ്രതിനിധി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കാനും തീരുമാനിച്ചു. ഭരണസമിതിയിലെ പാരമ്പര്യ അംഗമായി സാമൂതിരി KC മാനവേദരാജ ഈ മാസം 21-ന് ചുമതലയേൽക്കും. ക്ഷേത്രത്തിലെ സോപാനപ്പടിയിൽ നിന്ന് ഭക്തർ കാണിക്കയർപ്പിച്ച പണം മോഷ്ടിച്ച സോപാനം കാവൽക്കാരൻ KC സനീഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കാനും ഭരണസമിതി തീരുമാനിച്ചു. യോഗത്തിൽ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു. തന്ത്രി ചെന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, N രാജു, K ശിവശങ്കരൻ, അഡ്വക്കേറ്റ് A സുരേശൻ, അഡ്വക്കേറ്റ് M ജനാർദ്ദനൻ, അനിൽ തറനിലം, അഡ്മിനിസ്ട്രേറ്റർ K മുരളീധരൻ എന്നിവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഇനിയുള്ള ഒരു മാസം ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ശീലുകളാലും നാമജപങ്ങളാലും മുഖരിതമാകും. രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിനും തുടക്കമായി. ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല തീർത്ഥാടനം. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രം, ഭരത പ്രതിഷ്ഠയുള്ള ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം, ആലുവ അത്താണിയിലെ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള തിരുമൂഴിക്കുളം ക്ഷേത്രം, ശത്രുഘ്നൻ പ്രതിഷ്ഠയുള്ള പായമ്മൽ ക്ഷേത്രം എന്നിവ നാലമ്പല ദർശനത്തിന് പ്രശസ്തമാണ്. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ തുടക്കം. നട തുറന്നതോടെ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരുടെ വരി പുറത്ത് പടിഞ്ഞാറേ നടപ്പന്തൽ വരെ നീണ്ടു. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് സജ്ജീകരിച്ച ഫ്ലൈ ഓവർ സംവിധാനം ദർശനം നടത്തിയ ഭക്തർക്ക് പുറത്തു കടക്കാൻ സഹായകരമായി. ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രത്യേക വഴിപാട് കൗണ്ടറും ഒരുക്കിയിരുന്നു. ദർശനത്തിനെത്തിയ ഭക്തർക്ക് ക്ഷേത്രം ഊട്ടുപുര ഹാളിൽ അന്നദാനം നൽകി. ക്ഷേത്രത്തിനകത്തും പുറത്തും ദേവസ്വവും ഭക്തസംഘടനകളും ചുക്കുകാപ്പി, ചുക്കുവെള്ളം എന്നിവ വിതരണം ചെയ്തു. വലപ്പാട് CI R രതീഷ് കുമാർ, SI KG ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. തൃപ്രയാർ സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ സൗജന്യ ബ്രൂ കാപ്പിയും വിതരണം ചെയ്തു. വർഷം തോറും നടത്താറുള്ള ബ്രൂ കാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ നിർവഹിച്ചു. തുടർന്ന് പ്രഭാഷണവും അരങ്ങേറി. KSRTCയുടെ സ്പെഷ്യൽ ബസും തൃപ്രയാറിൽ നിന്ന് നാലമ്പല തീർത്ഥാടനത്തിന് സർവീസ് നടത്തി. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രത്തിൽ നട തുറന്നപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് സംഗമേശ്വരനെ വണങ്ങാൻ എത്തിയത്. തീർത്ഥാടകർക്ക് മഴ നനയാതെ ദർശനം നടത്താനായി ക്ഷേത്രത്തിന് ചുറ്റും പന്തൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കായി ഇരിങ്ങാലക്കുട പോലീസും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭക്തർക്കായി പ്രസാദ ഊട്ടും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിനങ്ങളിൽ 5000-ഓളം പേർക്കും ശനി ഞായർ ദിവസങ്ങളിൽ 10,000-ഓളം പേർക്കും ഭക്ഷണം നൽകും. ഭക്തരുടെ സുരക്ഷയ്ക്കായി CCTV സംവിധാനവും
കാട്ടൂർ പോലീസിന്റെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയം 1000 പേർക്ക് നിൽക്കാവുന്ന പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ബാരിക്കേഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വളണ്ടിയർമാരുടെ സേവനവും ക്ഷേത്രത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നാലമ്പല തീർത്ഥാടന ദിനങ്ങളിൽ ആഗസ്റ്റ് 1 നിറപ്പുത്തരി പ്രമാണിച്ച് പുലർച്ചെ 4 മുതൽ 11 വരെയായിരിക്കും ദർശന സമയം. ചെങ്ങമനാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഗതാഗത നിയന്ത്രണം നടത്തുന്നത്. 93ന്റെ നിറവിലും രാമായണ പാരായണം കർക്കിടക നാളുകളിൽ വ്രതചര്യയായി കൊണ്ടുനടക്കുന്ന കാഞ്ഞാണി സ്വദേശി പൂക്കാട്ട് ശങ്കരൻകുട്ടിയുടെ രാമായണ പാരായണത്തിന് വയസ്സ് 73. ശങ്കരൻകുട്ടിയുടെ കയ്യിലുള്ള രാമായണ പുസ്തകത്തിന് വയസ്സ് 100. കർക്കിടകത്തിന്റെ പുണ്യനാളുകളിലെ സുഹൃതത്തിനായി പൂക്കാട്ടെ തറവാടൊരുങ്ങി. ഇനിയുള്ള ദിനങ്ങളിൽ 93ന്റെ നിറവിലും രാമമന്ത്രശീലുകൾ മുഴങ്ങിക്കേൾക്കും. ശങ്കരൻകുട്ടിയുടെ രാമായണ പാരായണത്തിന് മക്കളും പേരമക്കളുമടക്കം നിരവധി പേരാണ് കാതോർക്കുന്നത്. തന്റെ 20ാമത്തെ വയസ്സിൽ തുടങ്ങിയ രാമായണ പാരായണത്തിന് പ്രചോദനമായത് അമ്മയാണെന്ന് ശങ്കരൻകുട്ടി ഇപ്പോഴും ഓർക്കുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ച ശങ്കരൻകുട്ടി ഇംഗ്ലീഷിൽ പിറകിലാണെങ്കിലും മലയാളവും കണക്കും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കൊളംബോയിൽ നിന്ന് അച്ഛൻ മാമ കൊണ്ടുവന്ന രാമായണ പുസ്തകത്തിന്റെ പല താളുകളും ദ്രവിച്ചുപോയെങ്കിലും 100 വർഷം പിന്നിട്ട ഈ പുസ്തകം നിധി പോലെയാണ് ശങ്കരൻകുട്ടി കാത്തുസൂക്ഷിക്കുന്നത്. തന്റെ കാലശേഷം ഇത്തരം ശീലങ്ങൾ അന്യം നിന്നു പോകാതിരിക്കാൻ മക്കൾക്കും പേരമക്കൾക്കും രാമായണത്തിന്റെ വിശുദ്ധിയും നന്മയും ഇദ്ദേഹം പകർന്നു നൽകുകയാണ്. ഓട്ടൻതുള്ളൽ കലാകാരനായ കലാമണ്ഡലം മണലൂർ ഗോപിനാഥിന്റെ പിതാവ് കൂടിയാണ് ശങ്കരൻകുട്ടി. സത്യധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയുടെ മഹത്വം മാനവരാശിക്ക് ഈശ്വരൻ പകർന്നു നൽകിയ രാമചരിതം ഉദാത്തമായ ഒന്നാണെന്ന് ഈ 93കാരൻ വിശ്വസിക്കുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളുണ്ടെങ്കിലും മകന്റെ കളരിയിലെത്തി രാവിലെയും വൈകിട്ടും അല്പനേരം രാമായണ പാരായണം നടത്തും. കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ കൈകളിൽ രാമായണവും നിവർത്തി പിടിച്ചുള്ള ശങ്കരൻകുട്ടിയുടെ രാമായണ പാരായണം വേറിട്ട കാഴ്ചയാകുമ്പോൾ ഇതിന്റെ സുഹൃതം പൂക്കാട്ട് തറവാടിനു മാത്രമല്ല ദേശത്തിനും കൂടി ലഭിക്കുകയാണ്. TCV ന്യൂസ്, അന്തിക്കാട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാമധേയത്തിലുള്ള തൃശൂരിലെ സ്മാരകം സാഹിത്യ അക്കാദമി ഏറ്റെടുക്കണമെന്ന് നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ആവശ്യപ്പെട്ടു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിയിലെ വായനക്കാരുടെ കൂട്ടായ്മയായ റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുണ്ടശ്ശേരിയുടെ 111ാം ജന്മദിനാചരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുണ്ടശ്ശേരിയെ ബഹുമാനിക്കുന്നവരുടെ കൈകളിലല്ല ഇപ്പോൾ മന്ദിരം നിലകൊള്ളുന്നത്. സാഹിത്യ അക്കാദമിയോ സർക്കാരോ മന്ദിരം ഏറ്റെടുത്തില്ലെങ്കിൽ വരും നാളിൽ മുണ്ടശ്ശേരിയോട് കാണിക്കുന്ന അനാദരവായി മന്ദിരം മാറുമെന്നും വടക്കേടത്ത് പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിനോദൻ അധ്യക്ഷത വഹിച്ചു. KP പ്രഭാകരൻ സ്മാരക എൻഡോമെന്റ് ആയ പുസ്തകശേഖരം KP രാജേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. ജോർജ് ആലപ്പാട്, റീഡേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ PK കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG മോഹൻദാസ്, VD പ്രേംപ്രസാദ്, PB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വിലസുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10-ലധികം ലോട്ടറി വിൽപ്പനക്കാരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. സമ്മാനത്തിന് അർഹമാകുന്ന ടിക്കറ്റുകളുടെ 4 അക്ക നമ്പറിൽ കൃത്രിമം കാണിച്ചും സമ്മാനം ലഭിച്ച ടിക്കറ്റിന് പകരം മുൻ ആഴ്ചകളിലെ ടിക്കറ്റ് നൽകിയുമാണ് തട്ടിപ്പ് നടത്തുന്നത്. 500 മുതൽ 10,000 രൂപ വരെയാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത്. ഗുരുവായൂരിൽ കഴിഞ്ഞ 26 വർഷമായി ലോട്ടറി വിൽക്കുന്ന പേരകം സ്വദേശി ശ്രീധരനിൽ നിന്ന് ഇത്തരത്തിൽ 500 രൂപ തട്ടിയെടുത്തു. കഴിഞ്ഞ ബുധനാഴ്ച നറുക്കെടുത്ത അക്ഷയ ടിക്കറ്റിൽ 2000 രൂപയുടെ സമ്മാനത്തിന് അർഹമായ നമ്പറുള്ള ടിക്കറ്റിന് പകരം 2 മാസം മുൻപുള്ള ടിക്കറ്റ് നൽകിയായിരുന്നു തട്ടിപ്പ്. ഒട്ടും മുഷിയാത്ത ടിക്കറ്റുമായി സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ബൈക്കിലെത്തിയ ആൾ തട്ടിപ്പ് നടത്തിയത്. രാവിലെ ആയതിനാൽ പണമില്ലെന്നറിയിച്ചപ്പോൾ 500 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ബൈക്കുകാരൻ കടന്നു കളഞ്ഞു. ലോട്ടറി ഏജൻസിയിലെത്തി ടിക്കറ്റ് മാറ്റി വാങ്ങാൻ നോക്കിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം ശ്രീധരൻ അറിയുന്നത്. ശ്രീധരൻ തട്ടിപ്പ് കഥ പുറത്തു പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവരും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായത് അറിയുന്നത്. ലോട്ടറി വിൽപ്പന ഉപജീവനമാക്കുന്നവരെ കബളിപ്പിക്കുന്ന സംഘത്തെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ശശി വല്ലാശ്ശേരി ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ പീപ്പിൾസ് ബസാറിൽ തുടർച്ചയായ 2ാം തവണയും വിജിലൻസ് റെയ്ഡ് നടത്തി. സബ്സിഡി സാധനങ്ങൾ വിലമാറ്റി നൽകുകയും മാനേജർ ഉപഭോക്താക്കളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നുവെന്ന പരാതിയിൽ
ആണ് വിജിലൻസ് ഡിവൈഎസ്പി കെ.ടി. സലീലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. സാധനങ്ങളുടെ സ്റ്റോക്ക് പരിശോധന രാത്രി വൈകിയും തുടർന്നു. ASI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കമൽദാസ്, സുരേഷ്, ജയപാൽ എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശക്തമായ മഴയിൽ ചേലക്കര മേഖലയിൽ ഒട്ടേറെ നാശം. മേപ്പാടം, മേലാംകോൽ, വടക്കുംകോണം, വെങ്ങാനല്ലൂർ പ്രദേശങ്ങളിലാണ് കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങളുണ്ടായത്. വൈദ്യുതി ലൈനിലേക്ക് നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. 10ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേപ്പാടം പ്ലാശ്ശേരി കളത്തിൽ രാധാകൃഷ്ണന്റെ ഓലമേഞ്ഞ വീട് കനത്ത കാറ്റിൽ തകർന്നു വീണു. രാധാകൃഷ്ണന്റെ ഭാര്യയും 3 മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും ആളപായമില്ല. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേലക്കര മേലാംകോൽ പ്ലാശ്ശേരി വീട്ടിൽ സുരേഷിന്റെ 3 വർഷം പ്രായമായ 50ഓളം റബ്ബർ തൈകൾ ഒടിഞ്ഞു വീണു. പുളി, മഹാഗണി, പൂള എന്നിവയും കടപുഴകി വീണിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ സുരേഷിന്റെ വീടിന്റെ ഓടുകൾ തകർന്നു. പുകപ്പുരയുടെയും കുളിമുറിയുടെയും മുകളിലുണ്ടായിരുന്ന ഷീറ്റുകളും ഇളകിപ്പോയിട്ടുണ്ട്. കനത്ത കാറ്റിൽ തെങ്ങ് വീണ് ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. മാള പുല്ലൻകാട്ടിൽ രാജുവിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ആർക്കും പരിക്കില്ല. വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. എരുമപ്പെട്ടി മങ്ങാട് മരം വീണ് വീടിന്റെ ട്രസ് തകർന്നു. മങ്ങാട് തോട്ടുപാലം പനഞ്ചിക്കാട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലുള്ള ട്രസ്സാണ് മരം വീണ് തകർന്നത്. സമീപവാസിയായ പനഞ്ചിക്കാട്ടിൽ കുമാരന്റെ വീട്ടുപറമ്പിലെ പുളിമരമാണ് വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ നിലംപൊത്തിയത്. കാറ്റിലും മഴയിലും ചെറുതുരുത്തി പള്ളം മേഖലയിൽ മരങ്ങൾ വീണ് വീടുകൾക്ക് പരക്കെ നാശനഷ്ടം. പോസ്റ്റുകൾ തകർന്നതിനാൽ ഈ പ്രദേശത്ത് വൈദ്യുതി വിതരണം താറുമാറായി. പൈങ്കുളം നെയ്യത്ത് ദാക്ഷായണിയമ്മ, പള്ളം മണ്ടിയിൽ അബൂബക്കർ, വടക്കേതിൽ നാസർ, വലിയ വീട്ടിൽ നാരായണൻകുട്ടി, തച്ചേട്ട് ആയിഷ, തക്കാലവളപ്പിൽ മുഹമ്മദ് കുട്ടി എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത്. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കടുകശ്ശേരിയിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. പാതിരപ്പള്ളി ശൈലജിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മണികണ്ഠൻ, ആറങ്ങോട്ടുകര വില്ലേജ് ഓഫീസർ അജിത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അന്തിക്കാട് പുലാമ്പുഴക്കടവിൽ കനത്ത മഴയിൽ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നു വീണു. വടക്കേത്തല ചൂട്ടുഴി ജോസിന്റെ വീടാണ് തകർന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. ഈ സമയത്ത് വീട്ടുകാർ സമീപത്തുള്ള വീട്ടിൽ ആയിരുന്നതിനാൽ അപകടം ഒഴിവായി. സംഭവം അറിഞ്ഞ് വാർഡംഗം NV വിനോദൻ സ്ഥലത്തെത്തി. ശക്തമായ മഴയിൽ ചെങ്ങാലൂർ മാട്ടുമല 75 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ പിൻവശത്തുള്ള മതിൽ ഇടിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കാന അടച്ചതിനാൽ മഴവെള്ളം ഗതിമാറി ഒഴുകിയതാണ് മതിലിടിയാൻ കാരണമെന്ന് പറയുന്നു. മതിലിനോട് ചേർന്ന് സമീപത്തെ കുളത്തിൽ നിന്ന് വെള്ളം ഒഴുകിവരുന്ന കനാലുമുണ്ട്. അംഗൻവാടി കെട്ടിടത്തിനും ഇതുമൂലം അപകടാവസ്ഥയുണ്ട്. മഴക്കാലമായതിനാൽ അടിയന്തരമായി മതിൽ കെട്ടാനാകില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. ഇടിഞ്ഞ ഭാഗത്ത് താൽക്കാലികമായി ഓല കൊണ്ട് മറച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തി അടച്ച കാന നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുറന്നു. മതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് അംഗൻവാടി കെട്ടിടം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി റബ്ബർ തോട്ടത്തിൽ പുലിയുടെ ജഡം കണ്ടെത്തി. 3 വയസ്സ് പ്രായമുള്ള ആൺപുള്ളിപ്പുലിയുടെ ജഡമാണ് കണ്ടത്. തോട്ടം ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. തുടർന്ന് അതിരപ്പള്ളി റേഞ്ചർ ഓഫീസർ റഹീംകുട്ടിയുടെ നേതൃത്വത്തിൽ വനപാലകരും സ്ഥലത്തെത്തി. വെറ്റിലപ്പാറയിൽ നിന്ന് ഡോക്ടർ സ്ഥലത്ത് വന്ന് ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. അണുബാധയെ തുടർന്നാണ് പുലി ചത്തതെന്ന് വനപാലകർ അറിയിച്ചു. ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നി ഇറച്ചി കടത്തുന്നതിനിടെ ഡ്രൈവർ വനപാലകരുടെ പിടിയിലായി. കാരിക്കുളം കൊളത്താപ്പള്ളി സുഭാഷാണ് അറസ്റ്റിലായത്. പരിശോധനയ്ക്കിടയിൽ കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയ ഓട്ടോ പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കാട്ടുപന്നി ഇറച്ചി കണ്ടെത്തിയത്. പാലപ്പള്ളി വലിയകുളം സ്വദേശി കണ്ണൻ ഭായ് എന്ന് വിളിക്കുന്ന സലിം എന്നയാൾ വെട്ടിങ്ങപ്പാടത്ത് എത്തിക്കാൻ കൊടുത്തയച്ചതാണെന്ന് സുഭാഷ് പറഞ്ഞതായി വനപാലകർ അറിയിച്ചു. സലീമിനെ പിടികൂടാനായിട്ടില്ല. ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ P. രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KA സമ്പത്ത് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം നവാസ് വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം കേസ് നടത്തുന്നതിനായി അഡ്വക്കേറ്റ് ലീന ജയസൂര്യനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച് സർക്കാർ ഉത്തരവായി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടത്താൻ ഉത്തരവായിട്ടുള്ളത്. നവംബർ 10 മുൻപ് കേസ് തീർപ്പാക്കണമെന്ന് കേസിലെ 6ാം പ്രതി ഹബീബിന്റെ ജാമ്യാപേക്ഷ നിരസിച്ച ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 91 സാക്ഷികൾ ഉൾപ്പെട്ട കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പാചകവാതകം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരം. കുന്നുംകുളം പനക്കൽ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ പന്നിത്തടം ചേറ്റുവളപ്പിൽ അമീറാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 3ാം മാസത്തിൽ ഗ്യാസ് ലഭിച്ചതിന് ശേഷം പിന്നീട് തനിക്ക് ഗ്യാസ് ലഭിച്ചില്ലെന്നും അന്വേഷിക്കുമ്പോഴെല്ലാം മടക്കി അയക്കുകയാണെന്നും ആണ് അമീറിന്റെ ആരോപണം. വ്യാഴാഴ്ച വന്നപ്പോൾ ഇനിയും 45 ദിവസം കഴിഞ്ഞ് മാത്രമേ ലഭിക്കൂ എന്നായിരുന്നു മറുപടിയെന്നും ഇതേ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്നും അമീർ പറയുന്നു.
മാസത്തിലാണ് എനിക്ക് ഗ്യാസ് തന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ ഇവിടെ വന്ന് ഗ്യാസ് ചോദിച്ചപ്പോൾ അവർ ബുക്ക് മേടിച്ചിട്ട് അവർ ഇനിയും 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് തരുള്ളൂ എന്ന് പറയുന്നത്. അപ്പം മൊത്തമായിട്ട് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഇനിയും ഒരു ടോട്ടലായിട്ട് ഒരു 4-5 മാസം. പാചകവാതകം കിട്ടാതെ മടങ്ങില്ലെന്ന വാശിയിൽ കുത്തിയിരിപ്പ് നടത്തിയ അമീർ പിന്നീട് സമരം അവസാനിപ്പിച്ചു. അതേസമയം ബുക്ക് ചെയ്യാത്തതിനാലാണ് സിലിണ്ടർ നൽകാൻ കഴിയാതിരുന്നതെന്ന് ഏജൻസി അധികൃതർ പറഞ്ഞു. അക്കിക്കാവിൽ സ്വകാര്യ കെട്ടിടത്തിൽ പണം വെച്ച് ചിട്ടുകളിച്ച 14-അംഗ സംഘത്തെ കുന്നംകുളം ഡിവൈഎസ്പി TC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 1 ലക്ഷം രൂപ പിടിച്ചെടുത്തു. 5 ബൈക്കുകളും 1 കാറും 1 ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബാബുരാജ്, രാജേഷ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളത്തെ ട്രാഫിക് പരിഷ്കരണ തീരുമാനം RTOയുടെ അംഗീകാരമില്ലാതെ നടപ്പാക്കരുതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ചേർന്ന ട്രാഫിക് അഡ്വൈസറി യോഗ തീരുമാനം RTOയുടെ തീരുമാനത്തിന് എതിരാണെന്ന് ഹരിദാസ് പറഞ്ഞു. പട്ടാമ്പി വഴിക്ക് പോണ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ ചുറ്റി നഗരസഭയുടെ പിൻവശത്തിലൂടെ ഇറങ്ങി നേരെ പട്ടാമ്പി റോഡിൽ ചെന്ന് പട്ടാമ്പി റോഡ് വഴി നേരെ പോകാനാണ് തീരുമാനം. അത് RTO അംഗീകരിക്കാത്തൊരു തീരുമാനമാണ്. RTO അംഗീകരിച്ചാൽ മാത്രമാണ് അത് നിയമപ്രകാരമാവുള്ളൂ. അപ്പോൾ RTO അംഗീകരിക്കാത്തൊരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. 2/2/2012 കുന്നംകുളം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി കുന്നംകുളം നഗരസഭയും പോലീസും നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ ഉണ്ടാക്കിയ പുതിയ നിർദ്ദേശങ്ങൾ RTO കൂടി അനുമതി നൽകിയാൽ അംഗീകരിക്കാൻ ബസ് ഉടമകൾ തയ്യാറാണ്. എന്നാൽ പട്ടാമ്പി റോഡിലൂടെ നേരെ പോകുന്ന ബസ്സുകളെ വീണ്ടും ഹെർബർട്ട് റോഡ് വഴി തിരിച്ചുവിടാൻ അധികൃതർ തീരുമാനമെടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇട നൽകും. അതിനാൽ തീരുമാനം നടപ്പാക്കും മുൻപ് റൂട്ടുകൾ സ്ഥിരപ്പെടുത്തി തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് ഹരിദാസ് പറഞ്ഞു. ഇടവേള. വാർത്തയിലേക്ക്. സ്വകാര്യ ബസ്സിന് പിറകിൽ ഓട്ടോയിടിച്ച് ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശികളായ വലിയകത്ത് ജമാൽ, ഭാര്യ സുലേഖ, ഓട്ടോ ഡ്രൈവർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും നെറ്റിയിലും പരിക്കേറ്റ മൂവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:00-ഓടെയാണ് സംഭവം. വാടാനപ്പള്ളിയിലേക്ക് പോയിരുന്ന ബസ് കാരമുക്ക് പള്ളി സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കാൻ വേണ്ടി നിർത്തിയ സമയത്താണ് ഓട്ടോറിക്ഷ ബസിന്റെ പിറകിലിടിച്ചത്. അപകടത്തെ തുടർന്ന് അല്പനേരം ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അന്തിക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗർഭിണിയായ ആടിനെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നു. ആനായ്ക്കൽ ചിറ റോഡിൽ തൈവളപ്പിൽ ബാലകൃഷ്ണന്റെ വീട്ടിലെ ആടാണ് കൊല്ലപ്പെട്ടത്. പറമ്പിൽ മേയുന്ന ആടിനെ 4 നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. മേഖലയിൽ തെരുവ് നായ്ക്കൾ പെരുകിയതിനാൽ നിരവധി ആളുകളും വളർത്തുമൃഗങ്ങളും നിരന്തരം ആക്രമിക്കപ്പെടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ ഭരണകക്ഷിയുടെ ഭൂരിപക്ഷ തീരുമാനം യോഗത്തിൽ ഏറെ നേരത്തെ ബഹളത്തിനിടയാക്കി. ഭരണപക്ഷ അംഗങ്ങളായ KA ജേക്കബ് അവതാരകനും KP വിനോദ് അനുവാദകനുമായിട്ടാണ് പ്രമേയം കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക വകയിരുത്താത്തത് മേൽപ്പാലത്തിന് തടസ്സമായെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. എന്നാൽ സർക്കാരിനെതിരെയുള്ള പരാമർശം ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് ബഹളത്തിനിടയാക്കിയത്. മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പരാമർശം ശരിയല്ലെന്ന് പ്രതിപക്ഷം വാദിച്ചു. ഒടുവിൽ വോട്ടിനിട്ടാണ് പ്രമേയം അംഗീകരിച്ചത്. നഗരസഭയുടെ അഗതി മന്ദിരത്തിന് പുതിയ പേരിടുന്നതിനെ ചൊല്ലിയും യോഗത്തിൽ തർക്കമുണ്ടായി. സ്നേഹസദനം എന്ന പേരിടണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൌൺസിലിന് ശുപാർശ നൽകിയിരുന്നു. പുതിയ പേരിടുന്നതിൽ എതിർപ്പില്ലെന്നും പൊതുജന അഭിപ്രായത്തോടെയായിരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൌൺസിലർമാർക്കും പൊതുജനങ്ങൾക്കും പുതിയ പേര് നിർദ്ദേശിക്കാമെന്നും ചെയർമാൻ TT ശിവദാസൻ പറഞ്ഞു. വരൾച്ച ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന 11 പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റിയെയാണ് പ്രവൃത്തി ഏൽപ്പിക്കുക. യോഗത്തിൽ ചെയർമാൻ TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ്, പ്രതിപക്ഷ നേതാവ് KP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ നടന്ന ആംഗലേയ പെരുമ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. പെരുമ കോർഡിനേറ്റർ ചിത്ര പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ലില്ലി ഔസേബ്, SR കൺവീനർ VK സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു.
KSKTUവിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ KSKTU ഏരിയ സെക്രട്ടറി KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CP സജീവൻ അധ്യക്ഷത വഹിച്ചു. PV മണി, TV സുനിൽ, സിജോ പൂണത്ത്, KS അജയൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനമ്പം ഫെറിയിലെ യാത്രാക്ലേശം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരുടെ കോലങ്ങൾ പുഴയിൽ ഒഴുക്കി. മേനോൻ ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അഴീക്കോട് ജെട്ടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഷൈജു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പോണത്ത് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത്, അജേഷ് കക്കറ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥലം സംഭാവനയായി ലഭിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ 1 മാസത്തിനകം നടപ്പാക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ സംഭാവനയായി നൽകിയ 60 സെന്റ് സ്ഥലം മടക്കി നൽകണമെന്ന് സ്ഥലം ഉടമ നൽകിയ കത്ത് ചർച്ച ചെയ്താണ് ഈ തീരുമാനം. കാവീട് സ്വദേശി CV ആന്റണിയാണ് താൻ സംഭാവനയായി നൽകിയ കാരയൂരിലെ 60 സെന്റ് ഭൂമി മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നത്. കരാറിലെ മിക്ക കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുള്ളതായി ചെയർമാൻ പറഞ്ഞു. അവശേഷിക്കുന്ന കാര്യങ്ങൾ 1 മാസത്തിനകം ചെയ്തു തീർക്കാൻ മുനിസിപ്പൽ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ വാതക ശ്മശാനം നിർമ്മിക്കാൻ സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മിഷൻ 676 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്തിന് വാതക ഇന്ധന ശ്മശാനം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 5 ജില്ലകളിൽ നിന്നായി 6 പഞ്ചായത്തുകളെയാണ് ശ്മശാന നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മണലൂർ പഞ്ചായത്ത് കൂടാതെ ജില്ലയിലെ പാവറട്ടി പഞ്ചായത്തിനെയും ഇതിലേക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2014-15 സാമ്പത്തിക വർഷത്തിൽ പൊതുശ്മശാന നിർമ്മാണത്തിനായി സർക്കാർ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. പദ്ധതിയുടെ ധനസഹായം ലഭിക്കുന്നതിൽ ഡിസംബർ മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും ബില്ല് സഹിതം നിർദ്ദേശം സമർപ്പിക്കുവാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ കോസ്റ്റ് ഫോർഡിന് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ പറഞ്ഞു. ഈ അനുമതി കിട്ടിയ മുറക്ക് തന്നെ തൃശ്ശൂർ കോസ്റ്റ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നിർമ്മിക്കാൻ ആവശ്യമായുള്ള എസ്റ്റിമേറ്റ് എടുപ്പിക്കുകയും 37,68,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഗ്രാമപഞ്ചായത്തിന് കോസ്റ്റ് ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിർമ്മാണ ചുമതല ഈ എസ്റ്റിമേറ്റ് അംഗീകരിച്ചുകൊണ്ട് തൃശ്ശൂർ കോസ്റ്റ് ബോർഡിന് അതിന്റെ നിർമ്മാണ ചുമതല നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. പഞ്ചായത്തിലെ കാഞ്ഞാണി ആനക്കാടുള്ള ശ്മശാനത്തിലായിരിക്കും വാതക ഇന്ധന ശ്മശാനം നിർമ്മിക്കുക. ഇപ്പോൾ ശ്മശാനത്തിൽ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായത്തോടെ മൃതദേഹം ദഹിപ്പിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. വാതക ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതര പഞ്ചായത്തുകൾക്ക് കൂടി ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. TCV ന്യൂസ്, അന്തിക്കാട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതിനാൽ പച്ചക്കറി വില കൂടുന്നു. തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും വില വർദ്ധിക്കുന്നത്. തക്കാളി കിലോയ്ക്ക് 60-ഉം ക്യാരറ്റ് 50 മുതൽ 60 രൂപ വരെയുമാണ് മാർക്കറ്റ് വില. പച്ചമുളക് മാർക്കറ്റിൽ എത്തിച്ചേരാത്തതും വില കൂടാൻ കാരണമായി. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് CPM പ്രവർത്തകൻ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വീട്ടിലെ വളർത്തു നായയെ വെട്ടിക്കൊന്നതായി പരാതി. ബ്രഹ്മകുളം പുതുമനശ്ശേരി ബിനോയിയുടെ വീട്ടിലെ നായയെയാണ് വെട്ടിക്കൊന്നത്. ഫാസിൽ വധക്കേസിൽ ബിനോയി 4-ാം പ്രതിയും സഹോദരൻ ശാന്തീപ് 15-ാം പ്രതിയുമാണ്. ഇരുവരും അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ബുധനാഴ്ച രാവിലെ വെട്ടേറ്റതായി കണ്ട നായ വ്യാഴാഴ്ച രാവിലെയാണ് ചത്തത്. 6 വയസ്സുള്ള പോമറേനിയൻ ഇനത്തിൽപ്പെട്ടതാണ് നായ. ഗുരുവായൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഫാസിൽ വധക്കേസിലെ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് RSS പ്രവർത്തകർ ആരോപിച്ചു. സഹായഹസ്തങ്ങൾ നീണ്ടിട്ടും അഞ്ജനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മച്ച മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പച്ചളിപ്പുറം പണിക്കത്ത് പറമ്പിൽ ബൈജുവിന്റെ മകൾ 10 വയസ്സുകാരി അഞ്ജന ചികിത്സയിലിരിക്കെ മരിച്ചു. നിർധന കുടുംബാംഗമായ അഞ്ജനയുടെ ചികിത്സയ്ക്കുള്ള പണം സുമനസുകളുടെ കാരുണ്യം കൊണ്ടാണ് കണ്ടെത്താനായത്. കഴിഞ്ഞ മാസം 11-നായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുവാനായി വീട്ടുകാരും നാട്ടുകാരും പരിശ്രമിക്കുന്നതിനിടയിലാണ് മരണം അഞ്ജനയെ കവർന്നെടുത്തത്. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് CITU ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ്, KV ജോസ്, VK ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടക്കുന്ന കേസടക്കമുള്ള ഫയലുകൾ ദേവസ്വത്തിന്റെ വരാന്തയിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന അലമാരയിൽ കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട് പലതവണ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്ത ഫയലുകൾ അടക്കമുള്ളവയാണ് അലമാരയിൽ കണ്ടെത്തിയത്. പല ഫയലുകളും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താക്കോൽ പോലും നഷ്ടപ്പെട്ടിട്ട് കിടന്നിരുന്ന അലമാര ആളെ വിളിച്ച് പൊളിച്ചത്. ദേവസ്വത്തിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന താക്കോൽ കൂട്ടങ്ങളിലൊന്നും ഈ അലമാരയുടെ താക്കോൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് പൊളിച്ചത്. 100ഓളം ഫയലുകൾ പൊളിച്ച അലമാരയിൽ കണ്ടെത്തി. മരാമത്ത് വിഭാഗത്തിലെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിലെയും ഫയലുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പണി പൂർത്തിയാക്കിയതും അല്ലാത്തതുമായ കരാറുകളുടെ രേഖകളും ഉണ്ടായിരുന്നു. കണ്ടെത്തിയ ഫയലുകൾ അഡ്മിനിസ്ട്രേറ്ററുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. എടവിലങ്ങ് ചന്തയിലുള്ള പാർട്ടി ഓഫീസിന് നേരെയാണ് ബുധനാഴ്ച രാത്രിയിൽ ആക്രമണമുണ്ടായത്. തുറന്നു കിടന്നിരുന്ന ജനൽ വഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. ഓഫീസിനകത്തെ TV, അലമാര, കസേരകൾ തുടങ്ങിയവ കത്തിനശിച്ചു. വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരാണ് സംഭവം കണ്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ തൊഴിലധിഷ്ഠിത വിഷ്വൽ മീഡിയ കോഴ്സുകൾ പാവറട്ടി മീഡിയ സിറ്റി ഫിലിം സൊസൈറ്റിയിൽ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗജന്യ കോഴ്സിന്റെ ഔപചാരിക ഉദ്ഘാടനം PA മാധവൻ MLA നിർവഹിക്കും. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ അധ്യക്ഷയാകും. സന്തോഷ് ദേശമംഗലം, ഷാജൻ ജോസഫ്, മാത്യൂസ് പാവറട്ടി, ജോയ് പീറ്റർ, VC ജെയിംസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രകൃതി തന്നെ ഈശ്വരൻ എന്ന ഹൈന്ദവ സങ്കല്പം സാക്ഷാത്കരിക്കാൻ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ നക്ഷത്രവനം ഒരുക്കുന്നു. ഔഷധിയുടെയും തൃത്തല്ലൂർ UP സ്കൂളിന്റെയും സഹകരണത്തോടെയാണ് തൃത്തല്ലൂർ ദേവസ്വം പദ്ധതി നടപ്പിലാക്കുന്നത്. ഔഷധി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 27 നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ ഔഷധ സസ്യങ്ങളാണ് പദ്ധതി പ്രകാരം ക്ഷേത്രാങ്കണത്തിൽ നട്ടത്. പ്രഭാഷകൻ രാധാകൃഷ്ണൻ അശ്വതി നക്ഷത്രത്തിൽ കാഞ്ഞിരം നട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നെല്ലി, അത്തി, ഞാവൽ, കരിങ്ങാലി, പേരാൽ തുടങ്ങിയ 27 നക്ഷത്ര സസ്യങ്ങളുടെയും നടിയിൽ നടന്നു. അതത് നക്ഷത്രങ്ങളിൽ ഉള്ള ഭക്തർ തന്നെയാണ് ഇവയുടെ പരിപാലനം നടത്തുക. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, പഞ്ചായത്ത് അംഗം KS ധനീഷ്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ TC ബിജു, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോർമർ അസോസിയേഷൻ പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം വിതരണോദ്ഘാടനം നിർവഹിച്ചു. AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. P ഗോപാലൻ, AY കുഞ്ഞിമൊയ്തു, കുഞ്ഞവറു തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം തലക്കൂട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 31 വരെ രാമായണ പാരായണം, ത്രികാല പൂജ, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. ഓഗസ്റ്റ് 15-ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും 1000 കുടം ധാര എന്നിവയും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായിരിക്കും. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ G ഗോപകുമാർ, CI സത്യപ്രകാശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഒല്ലൂർ എടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 7 വരെ ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ, ഡോക്ടർ MV നടേശൻ നയിക്കുന്ന ഭക്തി പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ജാതവേദൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, മേൽശാന്തി സുന്ദരേശൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുറ്റിമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ 508 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം മേൽശാന്തി ഏറന്നൂർ ശ്യാം നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മതഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധതരം രാമായണങ്ങളുടെയും താളിയോല ഗ്രന്ഥങ്ങളുടെയും പ്രദർശനം തുടങ്ങി. ഗ്രന്ഥശാലയിൽ ആരംഭിച്ച പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. ഭരണസമിതി അംഗം K ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ M രാജലക്ഷ്മി, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, C ഉത്തമക്കുറുപ്പ്, ഷാജു പുത്തൂർ, BP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 27 തരം രാമായണങ്ങളും അപൂർവമായ 154 തരം താളിയോല ഗ്രന്ഥങ്ങളും മറ്റ് പുസ്തകങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം കർക്കിടകം 31-ന് സമാപിക്കും. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ഏരിയ കമ്മിറ്റി അംഗം K മധു നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ അധ്യക്ഷയായിരുന്നു. PS സുരത് കുമാർ, KS ധനീഷ്, CB സുനിൽകുമാർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ TC ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രഭാഷണത്തിന് രാധാകൃഷ്ണൻ കാക്കശ്ശേരി നേതൃത്വം നൽകി. ഗുരുവായൂർ പുത്തമ്പള്ളി സൗത്ത് NSS വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. വിദ്യാർത്ഥി രാജ ഗുരുകുലം പ്രസിഡന്റ് CN ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് OK നാരായണൻ അധ്യക്ഷത വഹിച്ചു. രമാ രാഘവൻ നായർ, K സേതുമാധവൻ,
വി മോഹനൻ, കെ എം ശ്രീനിവാസൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക മാസം മുഴുവൻ ഓരോ കരയോഗം അംഗങ്ങളുടെ വീടുകളിലാണ് രാമായണം പാരായണം ചെയ്യുന്നത്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി പൂമുള്ളി ആയുർവേദ കോളേജിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം തുടങ്ങി. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സന്ധ്യ മന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പി വി മേനോൻ ആദ്യ വിതരണം നിർവഹിച്ചു. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരി ഗോവിന്ദൻ മുഖ്യാതിഥിയായിരുന്നു. ഈ മാസം 23 വരെ കഞ്ഞി വിതരണം നടക്കും. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണത്തിന് തുടക്കമായി. കറുപ്പംവീട്ടിൽ അബ്ബാസ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് വിതരണം. പ്രവാസി വ്യവസായി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വി ബി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് മുതിരപ്പറമ്പിൽ, അനിത, ത്രിദീപ് കുമാർ, ബിജോയ് പാണാട്ട് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ കാർഷിക വികസന സമിതിയുടെയും വിവിധ പാടശേഖര കമ്മിറ്റികളുടെയും സംയുക്ത യോഗം നഗരസഭാ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 മേഖലയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കാനും വിത്തുകളും തൈകളും വിതരണം നൽകാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്മിത ജിന്നി, സതി അശോകൻ, കെ വി ഗീവർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് വേറിട്ടതായി. പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ചുള്ള പ്രകൃതിദത്ത ഇഫ്താർ വിരുന്നാണ് തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചത്. പ്രകൃതി വിഭവ സെമിനാറും ഇതോടൊപ്പം നടന്നു. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം അധ്യക്ഷനായിരുന്നു. റൂറൽ SP N വിജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, TR രഞ്ജു, ലിജോ പനക്കൽ, CV കുര്യാക്കോസ്, ജയന്തി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മധുക്കര തെക്കുംപുറം കോൾപ്പടവിലെ 3 ബണ്ടുകളിൽ തെങ്ങിൻ തൈകളും വാഴക്കന്നുകളും നട്ടു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം 5000 വാഴക്കന്നുകളും 500ഓളം തെങ്ങിൻ തൈകളുമാണ് നട്ടുപിടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് ED യേശുദാസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TA എമിലി, കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ആംഗലേയ പെരുമ പദ്ധതി സ്കൂൾ PTA പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക രതി അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, MPTA പ്രസിഡന്റ് സിനി വിജയകുമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന്റെ ബാൽക്കണിയുടെ വരാന്തയുടെ കൈവരി തകർന്നു വീണു. 10 അടിയോളം വരുന്ന ഭാഗമാണ് തകർന്നു വീണത്. വ്യാഴാഴ്ച മാറ്റിനി കഴിഞ്ഞ് ആളുകൾ പോയ ശേഷമായിരുന്നു സംഭവം. അതിനാൽ ദുരന്തം ഒഴിവായി. തിയേറ്ററിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച നിലയിലാണ് നിൽക്കുന്നത്. തിയേറ്ററിൽ പരിശോധന നടത്തേണ്ട നഗരസഭ ആരോഗ്യ വിഭാഗം ശരിയായ രീതിയിൽ പരിശോധിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. പുന്നിയൂർക്കുളം വൈലത്തൂരിൽ ഭൂമാഫിയകൾ പാടം നികത്തുന്നു. തട്ടാൻതറ പാതേരി കോളനിയിലെ പാടങ്ങളാണ് നികത്തുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ പാടത്തിന് നടുവിലൂടെ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിക്കുകയും പാലം പണിയുകയും ചെയ്തിട്ടുണ്ട്. ഉയർത്തിയ റോഡിന് ഇരുവശവും സ്വകാര്യ വ്യക്തികൾ 3-4 സെന്റുകൾ സ്ഥലം വാങ്ങി വീട് പണിയുന്നതിന് വേണ്ടി നികത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെയാണ് പാടങ്ങൾ നികത്തുന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. പാടശേഖരം നികത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകും. നായരങ്ങാടിയിലെ മാർക്കറ്റ്, പഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കാനും ഇടയാകും. പാടം നികത്തിയ ഭാഗത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി ചുമരുകൾ നനഞ്ഞു കുതിർന്ന് തുടങ്ങിയിട്ടുണ്ട്. പുതുക്കാട് നന്ദിപുലം സെന്ററിലെ വലിയ കുഴിയിൽ വാഴ നട്ട BMS പ്രവർത്തകർ പ്രതിഷേധിച്ചു. വരന്തരപ്പള്ളിയിലേക്ക് നന്ദിപുലം സെന്ററിൽ നിന്ന് തിരിയുന്ന റോഡിന്റെ നടുവിലാണ് വലിയ കുഴിയുള്ളത്. 6 മാസം മുൻപ് ജലവിതരണ വകുപ്പ് പൈപ്പ് സ്ഥാപിക്കാൻ നിർമ്മിച്ച കാനയാണ് ഇപ്പോൾ അപകടക്കെണിയായിട്ടുള്ളത്. ചെറിയ ഇറക്കത്തുള്ള ഈ കുഴി കാണാതെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പരാതികളാണ് നൽകിയത്. അധികൃതർ നടപടിയെടുക്കാതായപ്പോഴാണ് BMS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. വനപ്രദേശമായ കടങ്ങോട് കുറിച്ചിപ്പാടം കോളനിയിൽ വൈദ്യുതി ലൈനിൽ കാട്ടിലെ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തടസ്സപ്പെടുന്നത് പതിവാകുന്നു. റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ വനാതിർത്തികളിൽ നിൽക്കുന്ന മരങ്ങൾ വനപാലകർ മുറിച്ചു നീക്കുന്നില്ല. മരങ്ങൾ വീണ് വൈദ്യുതി കാലുകൾ നിലം പൊത്തുന്നതിനാൽ കുറിച്ചിപ്പാടം കോളനി പരിസരം പ്രദേശങ്ങളും വൈദ്യുതി തടസ്സപ്പെടുന്നത് നിത്യസംഭവമായി മാറി. നിലം പൊത്താറായി നിൽക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. കാലവർഷത്തിന്റെ കനവിൽ തുമ്പൂർമൊഴി വീണ്ടും മനോഹാരിതയുടെ നിറകുടമായി. പുഴയ്ക്ക് കുറുകെയുള്ള തടയണ കവിഞ്ഞൊഴുകുന്ന വെള്ളം മഴവില്ലഴകാണ് ഒരുക്കുന്നത്. തുമ്പൂർമൊഴി ഏഴാറ്റുമുഖം ഇറിഗേഷൻ പദ്ധതികളിലേക്ക് വെള്ളം വിടാത്തതാണ് ഇവിടെ കണ്ണിന് കുളിരേകുന്ന കാഴ്ചയ്ക്ക് ആധാരം.
ഇരുഭാഗങ്ങളിലെയും കനാലുകളുടെ തിട്ടയും പുഴയുടെ മധ്യത്തിലുള്ള തടയണയും നിറഞ്ഞൊഴുകുന്ന ദൃശ്യം ഏറെ മനോഹരമാണ്. എന്നാൽ വേണ്ടത്ര വിനോദസഞ്ചാരികൾ ഇത് ആസ്വദിക്കാൻ എത്തുന്നില്ല. ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണം. നിരവധി പദ്ധതികൾ തുമ്പൂർ മൊഴിക്കായി തയ്യാറാക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള കർമ്മ പരിപാടികൾ ഉണ്ടാകുന്നില്ല. ഈ വർഷം അവസാനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന തൂക്കുപാലം ഇവിടത്തെ വിനോദസഞ്ചാര സംരംഭത്തിന് ഒരു വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ. എടമുട്ടം പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂളിന് മുൻപിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. കോഴി വേസ്റ്റ് തുടങ്ങിയ മാലിന്യങ്ങൾ സ്കൂളിന് മുൻപിൽ തള്ളുന്നത് പതിവാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇത്തരം മാലിന്യങ്ങൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് കുഴിയെടുത്ത് മൂടുകയാണ് പതിവ്. വലപ്പാട് പോലീസ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യ വകുപ്പ് എന്നിവരെ വിവരമറിയിച്ചിട്ടും അവഗണിച്ചതായി സ്കൂൾ അധികൃതരും നാട്ടുകാരും പറഞ്ഞു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രകൃതി സൗഹൃദ പാനീയ പാചക കളരി നടത്തി. വിദ്യാലയത്തിലെ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പാചക കളരി നടന്നത്. ഡോക്ടർ PA രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് പ്രകൃതിദത്തമായ 51 പാനീയങ്ങൾ കുട്ടികൾ നിർമ്മിച്ചു. PTA പ്രസിഡന്റ് AK പ്രദീപ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ PT ജാൻസി, കേരാച്ചൻ ലക്ഷ്മണൻ, KS പ്രതാപൻ, AK മിനി എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU മണലൂർ കാരമുക്ക് വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KSKTU മണലൂർ ഏരിയ പ്രസിഡന്റ് BN ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് ജനാർദ്ദനൻ മണ്ണുമ്മൽ അധ്യക്ഷത വഹിച്ചു. കേരള കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് BN സുർജിത്ത്, CG മോഹൻദാസ്, AM ഭട്ടതിരിപ്പാട്, MK സദാനന്ദൻ, PJ കൊച്ചുത്രേസ്യ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതിദത്ത നോമ്പുതുറ സംഘടിപ്പിച്ചു. മസാലയും എണ്ണയുമില്ലാത്ത വിഭവങ്ങൾ ഒരുക്കിയായിരുന്നു നോമ്പുതുറ. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി വിഷുക്കട്ടയും വിളമ്പിയിരുന്നു. ഇൻകം ടാക്സ് ഓഫീസർ VG ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ജീവ പ്രസിഡന്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി കുബ മസ്ജിദ് ഖത്തീബ് നവാസ് അസ്കരി റംസാൻ സന്ദേശം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ്, പ്രതിപക്ഷ നേതാവ് KPR റഷീദ്, നടൻ ശിവജി ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപവാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ചയും ഉണ്ടായിരുന്നു. അന്തിക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന 1 മുതൽ 8 വരെ ക്ലാസുകളിലേക്കുള്ള കുട്ടികൾക്കായി സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. അന്തിക്കാട് GLP സ്കൂളിലെ BRC സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ഒറ്റാലി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ്, BPO P പ്രസി, PK അജിത, ചന്ദ്രിക രത്നാകരൻ, MP റിജി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25 വരെയാണ് ക്യാമ്പ് നടത്തുക. ജില്ലയിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത M ബാലാജിക്ക് പൗരസ്വീകരണം നൽകാൻ രൂപീകരിച്ച സ്വാഗത സംഘം കമ്മിറ്റിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിൻവാങ്ങും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് പരിപാടിയുമായി ഇനി കോൺഗ്രസ് പ്രവർത്തകർ സഹകരിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകിയതായി ബ്ലോക്ക് പ്രസിഡന്റ് KC ബാബു പറഞ്ഞു. സ്വീകരണ കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി കോൺഗ്രസ് നേതാക്കൾ ചുമതലയേറ്റതിനെതിരെ യൂത്ത് കോൺഗ്രസും കടവല്ലൂരിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. സ്വീകരണ കമ്മിറ്റി ഭാരവാഹികളായ KC ബാബു, ഇട്ടി മാത്യു, ലബീബ് ഹസൻ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. അതേസമയം രാഷ്ട്രീയത്തിനതീതമായി ഒരു കർഷകന് ലഭിച്ച ബഹുമതിയെ അംഗീകരിക്കുന്ന ചടങ്ങായതിനാലാണ് പൗരാവലിയുടെ സ്വീകരണ കമ്മിറ്റിയുടെ ഭാഗമായതെന്നും പാർട്ടി നിർദ്ദേശിച്ചതിനാൽ കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും KC ബാബു പറഞ്ഞു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകാംഗങ്ങൾക്ക് 500ഓളം കറിവേപ്പിൻ തൈകൾ വിതരണം ചെയ്തു. വികാരി ഫാദർ ജോൺസൺ ഓലക്കെങ്കിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാതൃസംഗമം പ്രസിഡന്റ് ആനി ജോസ് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ട്രസ്റ്റിമാരായ VV ജോൺസൺ, രാജേഷ് ജാക്ക്, MD ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. സർവശിക്ഷാ അഭിയാൻ വടക്കാഞ്ചേരി BRCയുടെ കീഴിലെ തെക്കുംകര പഞ്ചായത്തിലെ കുട്ടികൾക്കായുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് BRC ഹാളിൽ നടന്നു. BPO EK മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ട്രെയിനർ VK ജ്യോതി, കോർഡിനേറ്റർ ലെസ്ലി ഫ്രാൻസിസ്, റിസോഴ്സ് അധ്യാപിക PT റിൻസി എന്നിവർ സംസാരിച്ചു. 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ MS ജയ അറിയിച്ചു. കളക്ടറേറ്റിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV വീനസ് ഉൾപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതരുമായി ഇത് സംബന്ധിച്ച് നടത്തിയ ചർച്ചയിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യവകുപ്പിന് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധരടങ്ങുന്ന സ്ക്വാഡ് സ്കാനിംഗ് സെന്ററുകളിൽ പരിശോധന നടത്തും. കൂടാതെ സ്ത്രീരോഗ വിദഗ്ധരായ ഡോക്ടർമാരുടെ രേഖാമൂലമുള്ള നിർദ്ദേശമില്ലാതെ ഗർഭം അലസിപ്പിക്കാൻ സഹകരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളും കർശന നടപടി നേരിടേണ്ടി വരും.
കൗമാരക്കാർക്കിടയിലുള്ള ഗർഭധാരണം, ലിംഗനിർണയം എന്നിവ തടയൽ സംബന്ധിച്ച് സാമൂഹിക നീതി വകുപ്പുമായി സഹകരിച്ച് ബ്ലോക്ക് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു. വനിതാ കമ്മീഷൻ അദാലത്തിൽ പരിഗണിച്ച 53 കേസുകളിൽ 25 എണ്ണം തീർപ്പാക്കിയതായി വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ എ തുളസി അറിയിച്ചു. 4 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 10 എണ്ണം അടുത്ത അദാലത്തിൽ പരിഗണിക്കും. 14 കേസുകൾ പരാതിക്കാർ എത്താത്തതിനെ തുടർന്ന് മാറ്റിവെച്ചു. പുതുതായി 4 പരാതികളാണ് ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കും. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ. നാലമ്പല ദർശനത്തിന്റെ ആദ്യ നാളിൽ കൂടൽമാണിക്യം, പായമ്മൽ, മൂഴിക്കുളം ക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്ക്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാമധേയത്തിലുള്ള തൃശൂരിലെ സ്മാരകം സാഹിത്യ അക്കാദമി ഏറ്റെടുക്കണമെന്ന് നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത്. മുണ്ടശ്ശേരിയെ ബഹുമാനിക്കുന്നവരുടെ കൈകളിലല്ല ഇപ്പോൾ മന്ദിരം നിലകൊള്ളുന്നതെന്നും വടക്കേടത്ത്. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ചു പണം തട്ടുന്ന സംഘം വിലസുന്നു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 10-ലധികം ലോട്ടറി വിൽപ്പനക്കാർ തട്ടിപ്പിന് ഇരയായി. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.